പ്രിയമുള്ളവരെ, നമ്മൾ എത്രമാത്രം ഉണർവോടും ആഗ്രഹത്തോടും തീഷ്ണതയോടും കൂടിയൊക്കെയാണ് എല്ലാ ദിവസവും കർത്താവിൻ്റെ അടുത്ത് വരുന്നതും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതും ഈശോയെ ആരാധിക്കുന്നു. അതിൻ്റെയൊക്കെ അത്ഭുതകരമായ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ദിവ്യകാരുണ്യ ഈശോ സമൃദ്ധമായി നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത്, നമ്മൾ വോയിസ് മെസ്സേജിലൂടെ കേൾക്കുന്നത്, ഇവിടെ വന്ന് പറയുന്നതൊക്കെ ആയിട്ടുള്ള സാക്ഷ്യങ്ങൾ ഈശോ നമ്മുടെ ഈ സമൂഹത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങളുടെ വളരെ ചെറിയ ചിലപ്പോൾ 1% പോലുമില്ല, അത്രമാത്രം അനുഗ്രഹങ്ങളാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. എല്ലാറ്റിനും നന്ദി പറഞ്ഞ് ഇന്ന് കർത്താവ് നമുക്കിന്ന് ദൈവവചനം ശ്രവിക്കാം. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചന സന്ദേശം എങ്ങനെയാണ്? നീ പേടിക്കേണ്ട, നിൻ്റെ കൂടെ കർത്താവുണ്ട്. നീ പേടിക്കേണ്ട, നിൻ്റെ കൂടെ കർത്താവുണ്ട്. ഞാൻ ആദ്യം ഓർത്തായിരുന്നേ, ഇത് അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയാൻ, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. എന്നാ കാരണം എന്നോ, ഇപ്പം നല്ല ധൈര്യത്തോടെ ഇരിക്കുന്നത്, ഇത് പേടിപ്പിക്കുന്ന വിധത്തിലെങ്ങാനും പറഞ്ഞ് ഉൾഭയം ആർക്കെങ്കിലും ഉണ്ടായെങ്കിലോ എന്ന് എനിക്കൊരു ഉത്കണ്ഠ. അതുകൊണ്ട് സ്വയം പറഞ്ഞാൽ മതി, പേടിക്കേണ്ട, നിൻ്റെ കൂടെ കർത്താവുണ്ടെന്ന്. ഉറക്കെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഏറ്റവും മനോഹരമായ വിധത്തിൽ ഈ ദൈവവചനം കാണുന്നത് എവിടെയാണെന്നോ, ഉൽപ്പത്തി പുസ്തകത്തിലെ 13-ാം അധ്യായം മുതലാണ്. 13-ാം അധ്യായം മുതൽ അവിടെ ഈ അബ്രാഹവും ലോത്തും, അത് നമുക്കറിയാം, അബ്രാഹത്തിൻ്റെ സഹോദരനല്ല ബന്ധു, തൊട്ടടുത്ത ബന്ധു ലോത്ത്. അവരിങ്ങനെ ഒരുമിച്ച് താമസിക്കുകയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് താമസിച്ച് വലിയ സമ്പത്തുണ്ടായി അബ്രാഹത്തിനും ലോത്തിനും. ഒത്തിരിയേറെ ഭൂപ്രദേശങ്ങൾ, കൃഷികൾ, ആടുമാടുകൾ, അതൊക്കെയാണ് അന്നത്തെ കാലത്തെ സമ്പത്തിൻ്റെ അടയാളം. പ്രത്യേകിച്ചും വളർത്തു മൃഗങ്ങൾ ധാരാളമായിട്ടുണ്ടായി. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പം അവർക്ക് വല്ലാതെ, അവർ തമ്മിലോ അവരുടെ ജോലിക്കാർ തമ്മിൽ ശണ്ട കൂടാനും വഴക്കുണ്ടാക്കാനും തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അബ്രാഹം ഒരു ദിവസം ലോത്തിനോട് പറഞ്ഞു. ആ വചനം ഇതാണ്, ഉൽപ്പത്തി 13-ാം അധ്യായത്തിലെ 8-ാം വചനത്തിൻ്റെ അവസാന ഭാഗം തൊട്ട് ഇത്, നമ്മൾ സഹോദരന്മാരാണ്, ഇതാ ദേശമെല്ലാം നിൻ്റെ കൺമുൻപിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. കാരണം ഇതാണ്, അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. 6-ാമത്തെ വചനമാണ്. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ച് പാർക്കുക വയ്യാതായി. അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അതാണ്, അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്നില്ല, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായി. അങ്ങനെ ആയപ്പോഴാണ് തല്ലുകൂടുന്ന സ്വഭാവം ഇല്ലാത്ത അബ്രാഹം സഹോദരനോട് പറഞ്ഞു, നമ്മൾ സഹോദരന്മാരാണ്, ഇങ്ങനെ തല്ലുണ്ടായ ശരിയാവില്ല. അബ്രാഹം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഞാൻ വല്ലപ്പോഴുമല്ല ഒത്തിരിയേറെ പ്രാവശ്യം ഓർക്കാറുണ്ട്, പല വീടുകളിലും സ്ഥലത്തെ പ്രതി, സ്വത്തിനെ പ്രതി എന്തോരം വലിയ കലഹങ്ങളാണ് ഉണ്ടാകുന്നത്. അതവസാനം കൊലപാതകത്തിൽ കലാശിക്കുന്നു. ആജീവനാന്ത ശത്രുക്കളായി തീരുന്നു. ഒരിക്കലും മിണ്ടാട്ടമില്ലാത്ത വിധത്തിൽ ജീവിക്കുന്നു. ആ ജന്മശത്രുവിനെ പോലെ, പാമ്പും കീരിയോ എന്ന് പറയുന്ന പോലെ നിതാന്ത ശത്രുക്കളായി സഹോദരന്മാർ ബന്ധുക്കൾ തീരുന്നു. അപ്പം ഇത് ഒന്നും മനസ്സിരുത്തി വായിക്കാത്തതുകൊണ്ടാണ് ഉൽപ്പത്തി 13-ാം അധ്യായം 8-ാം വചനം അബ്രാഹം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹം ഉണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. വേറെ ഒന്നുമല്ല കാരണം നിൻ്റെ സ്വഭാവം നല്ലതാണ്, നീ ദയാലുവാണ്, നീ ഹൃദയാലുവാണ്. അതുകൊണ്ട് നമുക്ക് തല്ലുണ്ടാക്കേണ്ടതെന്നല്ല, അല്ലെങ്കിൽ നമുക്ക് തമ്മിൽ
ഒരു കാരണവശാലും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. കാരണം നീ ക്രൂരനാണ്, കണ്ണിച്ചോരയില്ലാത്തവനാണ്, ദുഷ്ടനാണ്. അതുമല്ല, എന്ന് വെച്ചാൽ നിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ സഹോദരന്മാരാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ തല്ലുണ്ടാകാൻ പാടില്ല. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനമൊക്കെ വായിക്കുന്ന നമ്മൾ എത്രയോ കാലമായി വായിക്കുന്നു, കണ്ടിട്ടും കേട്ടിട്ടും ധ്യാനിച്ചിട്ടുമൊക്കെയുണ്ട്. ഇതൊന്നും ഉള്ളിലേക്ക് കയറ്റാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രൈസ്തവരായ നമ്മുടെ വീടുകളിലെ അതിർത്തി തർക്കങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ ഒക്കെ പോകുമായിരുന്നു. ഞാൻ മിക്കവാറും ഒക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ അച്ഛാ ഇങ്ങനെയാണ്, തർക്കമാണ്, സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ അവരെനിക്ക് കുറച്ചാ തന്നെ എന്നും പറഞ്ഞാൽ അതെന്താ ചെയ്യേണ്ടത് ചോദിച്ചു വരുമ്പം അങ്ങനെയുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞു ഈ വിഷയം ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അത് മാത്രം വേറെ ആരോടെങ്കിലും ചർച്ച ചെയ്തു. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ കാരണം ഇതാണ്: സ്ഥലത്തെ പ്രതി തല്ലുണ്ടാക്കുന്ന സഹോദരി സഹോദരന്മാർ. പൗലോസ്ലീഹ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്തുകൊണ്ടാണ് കലഹങ്ങൾ ഉണ്ടാകുന്നത്? ഇവിടെ പറഞ്ഞു നമ്മൾ സഹോദരന്മാരാണ്, തർക്കം ഉണ്ടാകരുത്. എന്നിട്ട് അബ്രഹാം പറഞ്ഞു, ഇതേ കാണുന്ന നാട് മുഴുവൻ നമ്മുടേതാണ്, ദേശമെല്ലാം നിൻ്റെ കൺമുൻപിലുണ്ട്, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. അങ്ങനെ പറഞ്ഞ് സഹോദരനോട് അബ്രഹാം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളതെടുത്തു. ലോത്ത് നോക്കിയപ്പം നല്ല സമതലം, ധാരാളം വെള്ളം ഒക്കെയുള്ള സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്തു. ആടുമാടുകൾ മേയ്ക്കാനും കൃഷി ചെയ്യാനും ഒക്കെ പറ്റിയ സ്ഥലം. ആ സ്ഥലം ഇന്നറിയപ്പെടുന്നത് സോദോം ഗൊമോറ. ആ സ്ഥലമാണ് സോദോം ഗൊമോറ. അത്രമാത്രം നല്ല സ്ഥലം നോക്കി ഈ ലോത്ത് തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാണ് ഇത്രയൊക്കെ ഒരു വചനഭാഗം ഒന്ന് വിശദീകരിച്ചത്? ലോത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് അല്പം സൂത്രവും അല്പം ഹൃദയമില്ലാതെയും കരുണയില്ലാതെയും ആയിരുന്നു. അതുകൊണ്ട് ലോത്ത് പിന്നീട് അതിൻ്റെ എല്ലാ ദൂഷ്യഫലങ്ങളും അനുഭവിച്ചു. കാരണം അത്രമാത്രം ഏറ്റവും നല്ല സ്ഥലം നോക്കി ലോത്ത് തിരഞ്ഞെടുത്തു. പിന്നെ അബ്രാഹത്തിനുള്ളതോ മരുഭൂമി മാത്രമായിരുന്നു. നട്ടാൽ കിളിർക്കാത്ത വെയിലും മണ്ണും കല്ലും നിറഞ്ഞ മരുപ്രദേശം. നല്ല ദേശം മുഴുവൻ ലോത്തെടുത്തു. വെള്ളമുള്ളത്, നദിയുള്ളത്, സമതലം, ഫലഭൂയിഷ്ടമായത്, പുല്ലുകൾ കിളിർക്കുന്നതൊക്കെ ലോത്തെടുത്തു. അപ്പം ഒരാൾ നമ്മളോട് വിശാല മനസ്സ് കാണിക്കുമ്പം ആ ആളെ അങ്ങോട്ട് നമ്മൾ കൊന്ന് കുഴിച്ചു മൂടാവുന്ന വിധത്തിൽ പെരുമാറരുതെന്ന്. അപ്പം ന്യായം പറയും, എന്നോട് പറഞ്ഞതുകൊണ്ടാണല്ലോ, ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വിശാലമായി പെരുമാറുമ്പോൾ ആ മനുഷ്യനെ തച്ച് തകർത്ത് നടുവടിക്കുന്ന വിധത്തിൽ ചെയ്യരുതെന്ന്. ലോത്ത് അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് പറ്റിയതെന്താ? അങ്ങനെയൊക്കെ അവർ പോയി കുറേ നാൾ ജീവിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ലോത്തിന് തൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളും വലിയ തകർച്ചകളും സംഭവിച്ചു. 5 പ്രധാനപ്പെട്ട തകർച്ച. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ സഹോദരനോട് പെരുമാറിയതുകൊണ്ട് ലോത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 5 വലിയ തകർച്ച. അത് 5 എണ്ണം പെട്ടെന്ന് പറഞ്ഞ് അതധികം വിശദീകരിക്കുന്നില്ല. 1, ഭാര്യ ഉപ്പ് തൂണായി. ഇല്ലേ? ഭാര്യ ഉപ്പ് തൂണായി. 2, ലോത്തിൻ്റെ മക്കൾ ദുർമാർഗികളായി. 3, ലോത്തിൻ്റെ മരുമക്കൾ എല്ലാവരും കൊല്ലപ്പെട്ടു. 4, ലോത്ത് അടിമയായി തീർന്നു. 5, ലോത്ത് സമ്പാദിച്ചതെല്ലാം ശത്രുരാജ്യം പിടിച്ചുകൊണ്ടുപോയി ലോത്ത് ഒന്നുമില്ലാത്തവനായി. ഇതാണ് ഒരാളൊരു കാര്യം കൊടുക്കാം എന്ന് വിശാല മനസ്സ് കാണിക്കുമ്പം എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയേക്കാം എന്നുള്ള തോന്നൽ വരുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനെ 5 വലിയ ദുരിതങ്ങൾ സംഭവിച്ചു.
പ്രിയപ്പെട്ടവരെ, നീ പേടിക്കേണ്ട, നിൻ്റെ കൂടെ കർത്താവുണ്ടെന്ന്. ഇങ്ങനെയൊക്കെ സകലതും കൊണ്ടുപോയപ്പം അബ്രാഹം ഭയന്നില്ല. ലോത്തിനോട് ഉള്ളിൽ വിദ്വേഷം തോന്നിയില്ല, ഒട്ടും ശപിച്ചില്ല. കാരണം അബ്രാഹത്തിനറിയാം, ഈ മണ്ണ് മുഴുവനും സൃഷ്ടിച്ചത് ദൈവമാണ്. എനിക്കതുകൊണ്ട് ആ മണ്ണിൻ്റെ കുറച്ച് കാര്യമല്ല വേണ്ടേ, ഈ സൃഷ്ടിച്ച ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മതി, എനിക്ക് എല്ലാം ഉണ്ടാകും. അപ്പം നമുക്ക് സമ്പത്ത് കാണുമ്പം സമ്പത്തിനോടല്ല ആഗ്രഹം വേണ്ടത്, ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മതി. അപ്പോൾ ഏതെങ്കിലും കാലത്ത് കുറച്ച് സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഒന്നും നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ബന്ധുക്കളിൽ ആരെങ്കിലും നമ്മളെ പറ്റിച്ചു എന്ന് കരുതുക, ഏതെങ്കിലും തരത്തിൽ ഭാഗം വെക്കുന്നതോ വിൽപ്പത്രം എഴുതുന്നതോ ഏതെങ്കിലും തരത്തിൽ, അതിനെ പ്രതി കേസ് കൊടുക്കാനോ തല്ലുണ്ടാക്കാനോ പിണങ്ങാനോ വഴക്കുണ്ടാക്കാനോ പോകേണ്ട ആവശ്യമില്ല. അതല്ല പ്രിയപ്പെട്ടവരെ പ്രധാനം, ഇതൊക്കെ തരുന്ന കർത്താവ് കൂടെ ഉണ്ടായാൽ മാത്രം മതി. വലതുകരം ഉയർത്തി ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സമ്പത്ത് സൂത്രമാർഗങ്ങൾ ഉപയോഗിച്ച് തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മളെ രക്ഷിക്കാൻ കർത്താവ് കൂടെയുണ്ട്. ഇത് നമ്മൾ ഉറപ്പാകണം. ചിലപ്പം സഹോദരങ്ങളായിരിക്കും, സഹോദരിമാരായിരിക്കും, ബന്ധുക്കളായിരിക്കും, ഉറ്റ സുഹൃത്തുക്കളായിരിക്കും, സഹപ്രവർത്തകരായിരിക്കും. പ്രിയപ്പെട്ടവരെ, പറ്റിച്ച് പാലം കടത്തുമ്പം വിശ്വാസിയായ ഒരാൾ അതിനെ പ്രതി ഒരിക്കലും നിരാശപ്പെടില്ല. കാരണം നിൻ്റെ കൂടെ നമ്മുടെ കൂടെ കർത്താവുണ്ടോ, നമ്മൾ വിഷമിക്കണ്ട. എന്തൊക്കെ നഷ്ടപ്പെട്ടോ പറ്റിച്ചെടുത്തിട്ടുണ്ടോ 10 ഇരട്ടിയല്ല 100 ഇരട്ടിയായി തമ്പുരാൻ കർത്താവ് നമുക്ക് തരും. ഉറക്കെ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ ഈ ഉൽപ്പത്തി പുസ്തകം 13 അധ്യായം 14 വചനത്തിൽ നമ്മൾ കാണുന്നത്. അബ്രാഹം ലോത്തിൽ നിന്നും വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാഹാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. അതായത് ഇന്ന കാര്യം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ, ഇന്ന വിധത്തിലെല്ലാം പോയല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് തലകുനിച്ച് നടക്കരുത്. നീ തല ഉയർത്തി ജീവിക്കണം. കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കുറച്ച് കാശ് പോയി, ആരെങ്കിലും പറ്റിച്ചു, അതുകൊണ്ട് ഇനിയിപ്പോൾ ആകെ ഒന്ന് രക്ഷപ്പെടാൻ മാർഗം എളുപ്പമല്ല, അതല്ല. നീ തല ഉയർത്തി നടക്കണം, ജീവിക്കണം. കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. എന്നിട്ട് പറഞ്ഞു, നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിൻ്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ നൽകും. ഇപ്പം ഇങ്ങനെ തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്ന സകല ഭൂപ്രദേശങ്ങളും നിനക്കും നിൻ്റെ സന്താന പരമ്പരകൾക്കുമായി എന്നേക്കുമായി ഞാൻ നൽകും. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പേരിൽ അബ്രാഹം ഇടപിടിച്ചത്, അബ്രാഹം കയറിക്കൂടിയത് എവിടെയാണെന്നോ, അന്ന് തൊട്ട് ഈ വചനമൊക്കെ ഉൽപ്പത്തി പുസ്തകം എത്രയോ അധികം 10,000-കണക്കായ വർഷം മുന്നേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അന്ന് അബ്രാഹം ഇങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് അബ്രാഹം കയറിക്കൂടിയത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ലോകം മുഴുവനും അബ്രാഹത്തിൻ്റെ സ്വന്തമായി തീർന്നു. ഇവിടെ കേരളത്തിലും നമ്മൾ ഇത്ര ബഹുമാനത്തോടെ അബ്രാഹത്തെ ഓർക്കുന്നു, അത്ര ആദരവോടെ അല്ലാതെ ലോത്തിനെ ഓർക്കുന്നു. കാരണം എന്തേ? ഒരാൾ പറ്റിച്ചും തട്ടിച്ചും എടുത്തു, മറ്റൊരാൾ എല്ലാം വിട്ടുകൊടുത്ത് കർത്താവിൻ്റെ കൂടെ നിന്ന വ്യക്തിയെ ഇന്ന് നമ്മൾ പോലും, ഈ തലമുറ പോലും ആദരവോടെ ഹൃദയത്തിൽ വെച്ച് ആദരിക്കുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ
നീ പേടിക്കണ്ട, നിൻ്റെ കൂടെ കർത്താവുണ്ട്. നീ പേടിക്കണ്ട, നിൻ്റെ കൂടെ കർത്താവുണ്ട്. എന്ത് നഷ്ടപ്പെട്ടെന്ന് തോന്നിയാലും, ജീവിതത്തിൽ ഏത് സമ്പത്ത് നഷ്ടപ്പെട്ടെന്ന് തോന്നിയാലും നമ്മൾ പേടിക്കണ്ട. നമ്മുടെ കൂടെ കർത്താവുണ്ട്. നമ്മളിൽ നിന്നും ആരൊക്കെ തട്ടിച്ചെടുത്തോ, ഇരട്ടിയല്ല, 10 ഇരട്ടിയല്ല, 100 ഇരട്ടി കർത്താവ് നമുക്ക് തരും. എന്നിട്ട് അടുത്ത വചനം പറയാം, ഉൽപ്പത്തി 13:16. ഭൂമിയിലെ പൂഴി പോലെ നിൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിൻ്റെ സന്തതികളെയും എണ്ണാനാവും. അതിനുശേഷം പറയുന്ന വാക്കാണ് കേട്ടോ, എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. പ്രിയപ്പെട്ടവരെ, എന്തേ ഇങ്ങനെ പറയുന്നത്? കാരണം എഴുന്നേറ്റ് നീ കാണുന്ന പ്രദേശമെല്ലാം ഞാൻ നിനക്ക് തരും, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോ, നിനക്ക് ഞാൻ തരും. കാരണം ഈ മണ്ണ് സൃഷ്ടിച്ചവൻ നിൻ്റെ കൂടെയുണ്ട്. ഈ ജോലി തന്നവൻ നമ്മുടെ കൂടെയുണ്ട്. ഈ കമ്പനി ഉണ്ടാക്കി തന്നവൻ നമ്മുടെ കൂടെയുണ്ട്. പഠിപ്പ് വിദ്യാഭ്യാസം തന്നവൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മണ്ണല്ല, ജോലിയല്ല, കമ്പനിയല്ല പ്രധാനപ്പെട്ടത്, അതൊക്കെ തന്നവനാണ്, അതൊക്കെ സൃഷ്ടിച്ചവനാണ്. ഉറക്കെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സൃഷ്ടിച്ച കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. എന്തുമാത്രം ആളുകളാണെന്നോ, ഇന്ന് ഞാനിത് ഇങ്ങനെ ഒരു വിഷയം പറയുന്നതിനും അങ്ങനെയുള്ള കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത്രമാത്രം ഇങ്ങനെ രക്തബന്ധത്തിലുള്ളവരെ അങ്ങോട്ട് പറ്റിച്ചിട്ടാണ് ഈ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഒത്തിരിയേറെ പേര് സങ്കടത്തോടെ കണ്ണുനീരോടെ വന്ന് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, മണ്ണല്ല, സമ്പത്തല്ല പ്രധാനം, അതൊക്കെ തന്ന സൃഷ്ടിച്ച കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വലതുകൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടാകണം. ഈ തരത്തിൽ ഈ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു ക്ഷീണവും വരില്ല, ഒരു ക്ഷീണവും വരില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ടാകണം. അതുകൊണ്ടാണ് ദൈവവചനം വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നത്. ഹെബ്രായർ ലേഖനം 11:8 വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എന്താണെന്നോ, മുന്നിൽ തനി മരുഭൂമിയാണ്. എന്നിട്ടാണ് അബ്രാഹത്തോട് പറഞ്ഞത്, നീ അങ്ങോട്ട് പൊക്കോ. വിശ്വാസം മൂലം അബ്രാഹാം അതനുസരിച്ചു. അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് നോക്കിയാൽ, ലോത്തിനെ പോലെ ചിന്തിച്ചാൽ പറ്റില്ല. കാരണം അവിടെ വെള്ളമില്ലല്ലോ, അവിടെ പുഴയില്ലല്ലോ, കുളമില്ലല്ലോ. പിന്നെ ഞാനങ്ങനെ 100 കണക്കായ ആടുമാടുകൾക്ക് വെള്ളം കൊടുക്കും? അവിടെ ഒരു ഭക്ഷണം കൊടുക്കാനായിട്ട് പുൽമേടുകളില്ലല്ലോ. ഞാനങ്ങനെ ഇത്രയധികം ആടുമാടുകൾക്ക് പുല്ല് കൊടുക്കും? ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നടക്കില്ല. കാരണം ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് മരുഭൂമിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ, മുന്നോട്ട് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ. ഒരു ജീവിതത്തിന് വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്കായ ഒരു പച്ചപ്പും കാണുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ മുന്നോട്ട് ഈ വഴി കൂടെ ജീവിക്കും, ഈ മാർഗത്തിൽ ജീവിക്കും? അല്ല പ്രിയപ്പെട്ടവരെ, വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കൃത്യമായി സംഭവിക്കുകയും, ഇങ്ങനെ അങ്ങോട്ട് വഴിമുട്ടിയതുപോലെ ജോലിയില്ല, വീടില്ല, സ്ഥലമില്ല, എന്ത് ചെയ്യും, എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്.
വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെ പോലെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അതേ വാഗ്ദാനത്തിൻ്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമർപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ടത്. വിശ്വാസം മൂലം, ബുദ്ധി മൂലമല്ല. കർത്താവ് പറയുന്ന ജീവിതത്തിലേക്ക് പോകണം, പറയുന്ന സ്ഥലത്തേക്ക് പോകണം. ചിലപ്പോൾ പല മക്കൾക്കും വിദേശത്ത് പോകുമ്പോൾ അബദ്ധം പറ്റുന്നതെന്നാ എന്താണെന്നോ, പ്രാർത്ഥിച്ച് കൃത്യമായി അതിൽ നിന്നും ഒരു പ്രാർത്ഥനയിലൂടെ ഉത്തരം ലഭിക്കാതെ ചിന്തിക്കും, ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇവിടെ നിന്നാൽ ജീവിക്കാൻ പറ്റില്ല, വിദേശത്ത് ഇന്ന രാജ്യത്ത് പോയാൽ ശരിയാകുമെന്നൊക്കെ. പ്രാർത്ഥനയിൽ സമർപ്പിക്കില്ല, പ്രാർത്ഥനയിലൂടെ ഉത്തരം കിട്ടാൻ നോക്കില്ല, ബുദ്ധി കൊണ്ട് നോക്കും. അതോ പോകുമ്പോൾ ഓർക്കോ, കണ്ടില്ലേ, എൻ്റെ ചിന്ത ഞാൻ വിചാരിച്ചതുപോലെ നടന്നു, ഒരു തടസ്സമില്ലാതെ എത്തി. പക്ഷേ പ്രിയപ്പെട്ടവരെ, അങ്ങോട്ട് പോകുമ്പോൾ ഒരു കടവുമില്ല. ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് ജോലിയില്ലാതെ തിരിച്ചു വരുമ്പോൾ 25, 30, 40 ലക്ഷം കടവുമായിട്ടാണ് കുറേ പേര് തിരിച്ചു വരേണ്ടി വരുന്നത്. കാരണം എന്തിയെ? കർത്താവിനോട് ആലോചന ചോദിക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ്. ഉറക്കെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈ അബ്രാഹാം ചെയ്യുന്ന മനോഹരമായ കാര്യമാണ്, എവിടെ ചെന്നോ അബ്രാഹാം, ഏത് സ്ഥലത്ത് ചെന്നോ ഉടനെ തന്നെ അവിടെ ഒരു ബലിപീഠം പണിത് ബലിയർപ്പിക്കും. അബ്രാഹാം ബലിപീഠം പണിത് ബലിയർപ്പിക്കും. കാരണം അബ്രാഹത്തിന് കൃത്യമായിട്ട് അറിയാം. എന്തറിയാവുന്നോ? ആ സ്ഥലത്തുള്ള ബുദ്ധിമുട്ടുകൾ മാറണമെങ്കിൽ ബലിയർപ്പിക്കണമെന്ന്. ഉൽപ്പത്തി 13-18 കൃത്യമായി നമ്മളോട് പറഞ്ഞു തരികയാണ്. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു, എന്നിട്ട് ബലിയർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അബ്രാഹാം തൻ്റെ കൂടാരം മാറ്റി, എന്നിട്ട് അവിടെ അവൻ ഒരു ബലിപീഠം നിർമ്മിച്ചു. നമ്മളൊരു വീട് വെക്കാൻ സ്ഥലം മേടിച്ചാൽ അവിടെ അങ്ങോട്ട് കൃത്യമായി നന്നായി പ്രാർത്ഥിക്കണം. നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെഞ്ചരിക്കണം. ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വെഞ്ചരിക്കണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്തിനാണെന്നോ, ആ സ്ഥലത്തെ ബന്ധനങ്ങൾ മാറാൻ, തിന്മകൾ മാറാൻ, കെട്ടുപാടുകൾ അഴിഞ്ഞു പോകാൻ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഉയർത്തിയാൽ പൈശാചിക ശക്തികൾ നിർവീര്യമാകും. അതുകൊണ്ടാണ് അബ്രാഹാം ഇങ്ങനെ ചെന്നയിടം മുഴുവൻ കൊടും മരുഭൂമിയിലേക്ക് പോയിട്ടും അതിങ്ങനെ അവിടെ ഫലഭൂഷ്ടമായി തീർന്നുവെങ്കിൽ അബ്രാഹാം ആദ്യം ചെയ്തത് ബലിപീഠം നിർമ്മിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളും തിന്മകളും ആ സ്ഥലത്തു നിന്നും മാറ്റിക്കളഞ്ഞതിന് ശേഷമാണ് അബ്രാഹാം താമസം ആരംഭിച്ചത്. നമ്മൾ എന്ത് ചെയ്താലും, ഒരു പറമ്പ് വാങ്ങിച്ച് കൃഷി ആരംഭിച്ചാലും, വീട് പണിയാൻ തുടങ്ങിയാലും, പ്രാർത്ഥിച്ച് തിന്മകളെ മാറ്റിയതിന് ശേഷം എന്തും ചെയ്തോ അബ്രാഹാം ചെയ്തത് നമുക്ക് മാതൃകയാണ്. പ്രാർത്ഥന ഉയരുമ്പോൾ തിന്മകൾ മാറിപ്പോയിക്കൊള്ളും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് കർത്താവ് പറഞ്ഞു തരുന്നത്, നീ പേടിക്കേണ്ട, നിൻ്റെ കൂടെ കർത്താവുണ്ട്.